കേക്ക് ഇപ്പോൾ കൂടുതൽ തരംഗമായി മാറിയിരിക്കുന്ന കുക്കർ കേക്കൊക്കെയാണല്ലോ. ക്രിസ്മസ് കേക്ക് ഉണ്ടാക്കുമ്പോൾ രുചി വൈവിധ്യം പോലെ തന്നെ പ്രധാനമാണ് കേക്കിന്റെ അലങ്കാരം. എഡിബിൾ ഷുഗർ ലേസിംഗ് അതാണ് ഇപ്പോൾ ഒരു ട്രെൻഡായി മാറിയിരിക്കുന്നത്. അത്തരത്തിൽ കേക്ക് അലങ്കരിക്കുന്നത് എങ്ങനെയാണെന്ന് എല്ലാവർക്കും അത്ര പരിചിതമായിരിക്കുകയില്ല. അത് പരിചയപ്പെടുത്തുകയാണ് റൂബി രാജകുമാർ. പല രുചികളിൽ, അതായത് ചിലപ്പോൾ ബ്ലാക്ക് ഫോറസ്റ്റ്, ചിലപ്പോൾ വൈറ്റ് ഫോറസ്റ്റ്, ചിലപ്പോൾ ഫ്രൂട്ട് കേക്ക്, ഇങ്ങനെ പല രുചികളിലാണ്. അതുപോലെ തന്നെ പ്രധാനമാണ് ഈ കേക്കുകളുടെ മുകളിലുള്ള ഡിസൈൻ. ഇപ്രാവശ്യം നമ്മൾ പുസ്തൻ ഒരു പരിപാടിയാണ് ചെയ്യാൻ പോണേ. കേൾക്കുമ്പോൾ ഒരു ലേസിംഗ് സംഭവം. ഇപ്പൊ കേക്കിന്റെ മുകളിൽ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഡിസൈൻ ലേസിംഗ്, അത് നമ്മൾക്ക് പരിചയപ്പെടുത്തുന്നത് റൂബി രാജഗോപാലാണ്. ലേസ് ഡിസൈൻസ് ഇപ്പോൾ വിദേശത്തൊക്കെ ഭയങ്കര പോപ്പുലറായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയിലും ഇപ്പോൾ നോർത്ത് ഇന്ത്യയിലൊക്കെ ഇപ്പോൾ ട്രെൻഡ് പിടിച്ചു വരുന്നു. അപ്പോൾ ഞാൻ ഇതുപോലെ വല്ല കേരളത്തിൽ ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനത് ഒന്ന് എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കാമെന്ന് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ ചെയ്ത് വന്നപ്പോൾ ഭയങ്കര ഭംഗി. സാധാരണ ഒരു കേക്കിനെ തന്നെ അത് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിമനോഹരമായിട്ട് മാറുന്നുണ്ട് ഈ ലേസ് ഡിസൈൻ വെച്ച് കഴിഞ്ഞു. ആ ലേസ് ഡിസൈന് പലതരം മാറ്റ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. ലേസ് മോൾഡ്സ് എന്ന് പറയുന്നുണ്ട്. ഇഷ്ടമുള്ള പാറ്റേണിൽ നമുക്ക് അത് ഉണ്ടാക്കി നമ്മുടെ കേക്കിന് മൂടി കൂട്ടാവുന്നതാണ്. പല തരത്തിലുള്ള ലേസ് മാറ്റും. ഇതൊരു ഡിസൈനാണ്. ഇത് നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്ത് വാങ്ങി. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് ഉപയോഗിക്കുന്നത്? ടൈലോസ് പൗഡർ 1 tablespoon, confectioner sugar 1 tablespoon, cornflour 2 tablespoons, marine powder 1/4 teaspoon, light corn syrup 1 tablespoon. ടൈലോസ് പൗഡർ 1 tablespoon ആണ്. അതിൽ 1/2 cup of boiled water. ഇനി ഇതിലേക്ക് 1 tablespoon confectioner sugar, ഇനി കോൺഫ്ലവർ ഇടാം. കളറൊന്ന് മാറി. കോൺഫ്ലവർ ഒക്കെ വന്നപ്പോൾ വൈറ്റ് കളർ. കറക്റ്റ് വെള്ളമാണല്ലോ അല്ലേ? കറക്റ്റ് മെഷർമെൻറ്റ്. 1/2 cup of boiled water and 1 tablespoon. ഇനി ഇതിൽ മറൈൻ പൗഡർ 1/4 teaspoon. ഇനി 1/2 teaspoon light corn syrup. ഏകദേശം റെഡിയായിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് നമ്മുടെ ലേസ് ഞാൻ ഇതിനൊന്ന് ചെയ്ത് കാണിക്കാം. ഇത് വളരെ തിൻ ലെയറായിട്ട് വരാൻ പാടുള്ളൂ. പ്രത്യേക ശ്രദ്ധിക്കണം. അത് ഇതിലെ എല്ലാ ഹോൾസും കവർ ചെയ്യാൻ ശ്രദ്ധിക്കണം. അത് എക്സസ് ഇങ്ങനെ പഠിച്ച് മാറ്റി. ഇത് എവിടെയെങ്കിലും പോയിട്ട് പഠിച്ചിട്ടുണ്ടോ ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ? ഇത് പഠിച്ചിട്ടില്ല. ഞാൻ ഒരുപാട് യൂട്യൂബും ഇന്റർനെറ്റിലൊക്കെ നോക്കി പരീക്ഷിച്ച് ടേസ്റ്റിൽ മാത്രമല്ല നന്നായിട്ട് വളരെ ലെയറിങ് പാടുന്നു. ഒട്ടും അതിനിടയ്ക്ക് ഇടകളും ഒന്നും പാടില്ല അല്ലെ? ഇവിടെ കുറച്ച് ഇതിനെ കണ്ട എല്ലാ ഫ്രൂട്ട്സിലും നന്നായിട്ട് ഫിൽ ചെയ്യാം. അപ്പം നമുക്കിത് ഇത് അവനിൽ വയ്ക്കാം അല്ലേ? അപ്പോൾ നമ്മുടെ ലേസ് ഡ്രൈ ആയിട്ടുണ്ട്. 80 ഡിഗ്രിയിൽ 10 minutes ഒന്ന് ബേക്ക് ചെയ്തെടുത്തു. ഇനി ഇത് മെല്ലെ ഒന്ന് പീൽ ചെയ്തെടുക്കും. ഇതിന്റെ ടെക്സ്ചർ നോക്കിയോ? നമ്മൾ ശരിക്കും ലേസ് പോലെ തന്നെ തോന്നിയോ? ശരിക്കും നമുക്ക് വസ്ത്രങ്ങളിലൊക്കെ എഡിബിൾ ലേസ് ആണ്. നമുക്ക് കേക്കിലൂടെ കഴിക്കാൻ പറ്റുന്നത്. അത് ശരിയാണല്ലോ അല്ലേ? ഇത് വൈറ്റ് ലേസ് ഒക്കെ കാണിച്ച പോലെ ഉണ്ടാക്കിയ ശേഷം ഗോൾഡ് പെറ്റൽ ഡസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്യും. ഇതിനെ നമുക്ക് ലേസ് വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യും. ഞാനും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അറിയില്ല എനിക്ക് കൊള്ളാമോന്ന്. എന്നാലും ഒന്ന് വിളിച്ചു നോക്കാം. എത്രയൊക്കെയല്ലേ ഉള്ളൂ അല്ലേ? ഇത് അതിനനുസരിച്ച് ഒന്ന് പ്രസ് ചെയ്യുക. പിന്നെ എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ ഒരു സിമ്പിൾ ഒരു കോളർ ഇടുന്ന പോലെ ഇങ്ങനെ വന്ന് നമുക്കിതിൻ്റെ എക്സസ് ഒന്ന് കട്ട് ചെയ്ത് അപ്പോൾ അതെങ്ങനെയാണെന്ന് സീസേഴ്സ് ഉപയോഗിച്ചിട്ടൊന്ന്. ഓക്കെ, ഇപ്പോൾ വളരെ പ്ലെയിൻ ആയിട്ടുള്ളൊരു ചോക്ലേറ്റ്
ഈ ഗോൾഡൻ ലേസ് വന്നപ്പോൾ നോക്കൂ എന്ത് ഗ്രാൻഡായിട്ട് വന്നു. അപ്പോൾ പ്ലെയിൻ ചോക്ലേറ്റ് കേക്കിൻ്റെ മുകളിൽ നമ്മളിപ്പോൾ എഡിബിൾ ലേസ് വെച്ചു, ഗോൾഡൻ കളറിൽ എഡിബിൾ ലേസ് വെച്ചു. ഇനി ഇത് ഈ എക്സസ് ഒന്ന് സിസേഴ്സ് വെച്ച് കട്ട് ചെയ്തെടുക്കും. ഒരു പ്ലെയിൻ ഡാർക്ക് ചോക്ലേറ്റ് കേക്ക് ആൻഡ് ഗോൾഡൻ ലേസ്. അപ്പോൾ ഈ ലേസിന്റെ ഒരു ഭംഗി കാണണമെങ്കിൽ നമ്മൾ വെറുതെ ഈ കേക്ക് ഒന്ന് നോക്കിയാൽ മതി. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ കേക്ക് ഡാർക്ക് ചോക്ലേറ്റ് ആണ്. അത് വളരെ പ്ലെയിൻ ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ എന്തായാലും ഒരു ഭംഗി. പക്ഷെ ഇപ്പോൾ നമുക്ക് ഇങ്ങനെ ഡിസൈൻ ചെയ്ത് റുബിയുടെ ഒരു കരവിരുത് കൂടെ വന്നപ്പോൾ അല്ല അതിമനോഹരമായൊരു കേക്ക് അല്ലേ. ഒരു കത്ത്